ഹായ്, BSc ഓണേഴ്സ് സെമസ്റ്റർ 2 വിദ്യാർത്ഥികൾക്കുള്ള AEC3 അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ സയൻസസ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ ലെസൺ നമ്പർ 7 ഒരു ക്ലാസിക് ചെറുകഥ ദ സ്റ്റാർ റിട്ടൺ ബൈ ആർതർ സി ക്ലാർക്ക്. ഈ കഥയുടെ ഒരു സമ്മറി നമുക്കൊന്ന് പരിശോധിക്കാം. ഹിയർ ഈസ് ദ സമ്മറി. ആർതർ സി ക്ലാർക്ക് വാസ് എ റിനൗൺഡ് ബ്രിട്ടീഷ് സയൻസ് ഫിക്ഷൻ റൈറ്റർ, futurist and inventor. He is best known for works like 2001 A Space Odyssey. നമ്മുടെ ഈ ആർതർ സി ക്ലാർക്ക് ഒരു പ്രശസ്ത ബ്രിട്ടീഷ് സയൻസ് ഫിക്ഷൻ എഴുത്തുകാരനും മനുഷ്യരാശിയുടെ ഭാവിയെപ്പറ്റി പഠനം നടത്തുന്നയാളും ശാസ്ത്ര മേഖലയിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നയാളുമായിരുന്നു. ഇപ്പറഞ്ഞ കൃതിയെ പോലെയുള്ള പുസ്തകങ്ങളുടെ പേരിലാണ് അദ്ദേഹം കൂടുതലും അറിയപ്പെടുന്നത്. ക്ലാർക്സ് റൈറ്റിംഗ് ബ്ലെൻഡ്സ് imaginative ideas with scientific accuracy. ക്ലാർക്കിന്റെ രചനകൾ ഭാവനാത്മകമായ ആശയങ്ങളെ ശാസ്ത്രീയമായ കൃത്യതയോടെ സമന്വയിപ്പിക്കുന്നു. ഇറ്റ് എക്സ്പ്ലോർസ് പ്രൊഫൗണ്ട് ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹ്യൂമാനിറ്റി, ടെക്നോളജി ആൻഡ് ദ യൂണിവേഴ്സ്. മാനവികത, സാങ്കേതികവിദ്യ, പ്രപഞ്ചം എന്നിവയെക്കുറിച്ചുള്ള അഗാധമായ ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ രചനകൾ അന്വേഷണ വിധേയമാക്കുന്നു. His short story, The Star, is one of his most celebrated works. 1955 പ്രസിദ്ധീകരിച്ച ദ സ്റ്റാർ എന്ന ചെറുകഥ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതികളിൽ ഒന്നാണ്. ദ സ്റ്റോറി ഓഫേഴ്സ് എ പവർഫുൾ മിക്സ് ഓഫ് സയൻസ് ഫിക്ഷൻ ആൻഡ് ഫിലോസോഫിക്കൽ റിഫ്ലക്ഷൻ. സയൻസ് ഫിക്ഷന്റെയും ദാർശനിക ചിന്തയുടെയും ശക്തമായ ഒരു മിശ്രിതമാണ് ഈ കഥയിലൂടെ വായനക്കാർക്ക് ലഭിക്കുന്നത്. ദ സ്റ്റോറി വൺ എ ഹ്യൂഗോ അവാർഡ് വിച്ച് ഈസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ വേൾഡ് സയൻസ് ഫിക്ഷൻ സൊസൈറ്റി ആൻഡ് റിമെയിൻസ് എ ക്ലാസിക് ഇൻ സ്പെക്യുലേറ്റീവ് ലിറ്ററേച്ചർ. ഹ്യൂഗോ അവാർഡ് നേടിയ ഈ കഥ സാഹിത്യത്തിലെ ഒരു ക്ലാസിക് ആയി ഇന്നും തുടരുന്നു. ദ സ്റ്റാർ by Arthur C. Clarke is a story about a Jesuit astrophysicist. ഒരു ജെസ്യൂട്ട് പുരോഹിതനായിട്ടുള്ള ജ്യോതിശാസ്ത്രജ്ഞനെ കുറിച്ചുള്ള ഒരു കഥയാണ് ആർതർ സി ക്ലാർക്ക് എഴുതിയ ദ സ്റ്റാർ എന്ന ചെറുകഥ. He is on a spaceship returning from a distant star system. ഒരു അതിവിദൂര നക്ഷത്ര സമൂഹങ്ങളിൽ നിന്ന് പര്യവേഷണങ്ങൾക്ക് ശേഷം മടങ്ങുന്ന ഒരു ബഹിരാകാശ പേടകത്തിലാണ് അദ്ദേഹമുള്ളത്. ദ ക്രൂ ഹാസ് ബീൻ സ്റ്റഡിയിങ് ദ റെമനൻസ് ഓഫ് എ സൂപ്പർനോവ. ഒരു സൂപ്പർനോവയുടെ അവശിഷ്ടങ്ങളെക്കുറിച്ച് അദ്ദേഹമടങ്ങുന്ന ആ സംഘം പഠിച്ചു വരികയായിരുന്നു. എ സൂപ്പർനോവ ഈസ് എ മാസീവ് എക്സ്പ്ലോഷൻ ഓഫ് എ സ്റ്റാർ. ഒരു നക്ഷത്രത്തിന്റെ ഒരു അത്യുഗ്ര സ്ഫോടനമാണ് ഈ സൂപ്പർനോവ. അല്പം കൂടി വിശദമായി പറഞ്ഞാൽ, ഒരു അത്യുഗ്ര സ്ഫോടനത്തിന് വിധേയമാകുന്ന ഒരു നക്ഷത്ര കൂട്ടം, എ ക്ലാസ് ഓഫ് വയലന്റ്ലി എക്സ്പ്ലോഡിംഗ് സ്റ്റാർസ്, അതാണ് ഈ സൂപ്പർനോവ. ഈ അസാധാരണ പൊട്ടിത്തെറിക്ക് ശേഷം ഇപ്പറഞ്ഞ ഈ സൂപ്പർനോവയുടെ തിളക്കം അതിന്റെ സാധാരണ നിലയിലുള്ളതിനേക്കാൾ കോടിക്കണക്കിന് മടങ്ങ് വർദ്ധിക്കുന്നു. ഇതാണ് സൂപ്പർനോവയുടെ പ്രത്യേകത. ഡ്യൂറിംഗ് ദെയർ എക്സ്പ്ലോറേഷൻ ദേ ഫൈൻഡ് എവിഡൻസ് ഓഫ് an advanced alien civilization. അവരുടെ പര്യവേഷണ വേളയിൽ വളരെ വികസിതമായ ഒരു അന്യഗ്രഹ നാഗരികതയുടെ തെളിവുകൾ അവർ കണ്ടെത്തുന്നു. ദിസ് സിവിലൈസേഷൻ വാസ് ഡിസ്ട്രോയിഡ് ബൈ ദ സൂപ്പർനോവ. പക്ഷേ ഈ പുരാതന നാഗരികത ഒരു സൂപ്പർനോവയാൽ നശിപ്പിക്കപ്പെട്ടു. ദേ ഓൾസോ ഫൈൻഡ് എ വോൾട്ട്. ഒരു നിലവറയും അവർ അവിടെ കണ്ടെത്തുന്നു. ദ വോൾട്ട് കണ്ടെയ്ൻസ് റെക്കോർഡ്സ് ഓഫ് ദി ഏലിയൻസ് കൾച്ചർ. ആ നിലവറയിൽ അന്യഗ്രഹ ജീവികളുടെ സംസ്കാരത്തിന്റെ രേഖകൾ അടങ്ങിയിരിക്കുന്നതായി അവർ കാണുന്നു. ദീസ് റെക്കോർഡ്സ് വർ പ്രിസർവ്ഡ് ടു ഷോ ദാറ്റ് ദ സിവിലൈസേഷൻ എക്സിസ്റ്റഡ്. ഒരു നാഗരികത അവിടെ നിലനിന്നിരുന്നു എന്ന് കാണിക്കാനാണ് ഈ രേഖകൾ അവിടെ സംരക്ഷിക്കപ്പെട്ടത്. ദ പ്രൊട്ടാഗണിസ്റ്റ് ഈസ് എ ജെസ്യൂട്ട് പ്രീസ്റ്റ് ആൻഡ് സയന്റിസ്റ്റ്. ഈ കഥയിലെ നായകൻ ജെസ്യൂട്ട് പുരോഹിതനായ ഒരു ശാസ്ത്രജ്ഞനാണ്. He realizes that the supernova was the star of Bethlehem. He is deeply moved by the discovery. ഈ പുതിയ കണ്ടുപിടുത്തത്തിൽ അദ്ദേഹം വളരെ വികാരാധീനനായി കാണപ്പെടുന്നു. കാരണം ഈ സൂപ്പർനോവ
നമ്മുടെ പഴയ ബെത്ലഹേമിലെ നക്ഷത്രം ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. According to Christian tradition, this star announced the birth of Christ. ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് ഈ നക്ഷത്രമാണ് യേശുക്രിസ്തുവിന്റെ ജനനം ലോകത്തെ വിളിച്ചറിയിച്ചത്. This revelation troubles the protagonist. ഈ വെളിപാട് നമ്മുടെ കഥാനായകനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നു. It challenges his faith and understanding of divine providence. ഒരു പുരോഹിതനല്ലേ അദ്ദേഹം. ഈ കണ്ടുപിടുത്തവും വെളിപാടുമൊക്കെ അദ്ദേഹത്തിന്റെ ക്രിസ്തീയ വിശ്വാസത്തെയും ദൈവത്തിന്റെ സംരക്ഷണ വലയത്തെയും കുറിച്ചുള്ള ധാരണയെയും ഒക്കെ വെല്ലുവിളിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നുന്നു. ക്ലാർക്സ് സ്റ്റോറി എക്സ്പ്ലോർസ് ദി ഇന്റർസെക്ഷൻ ഓഫ് സയൻസ്, റിലിജിയൻ ആൻഡ് മൊറാലിറ്റി. ക്ലാർക്കിന്റെ ഈ കഥ അന്വേഷണാത്മകമായി പറയാൻ ഉദ്ദേശിക്കുന്നത് ശാസ്ത്രം, മതം, ധാർമ്മികത എന്നിവയുടെ പരസ്പര ബന്ധമാണ്. ഇറ്റ് മേക്സ് റീഡേഴ്സ് തിങ്ക് അബൌട്ട് the vastness of the universe and the fragility of life. പ്രപഞ്ചത്തിന്റെ വിശാലതയെക്കുറിച്ചും ജീവിതത്തിന്റെ ദുർബലതയെക്കുറിച്ചും അത് വായനക്കാരെ ചിന്തിപ്പിക്കുന്നു. The story raises questions about faith, sacrifice and the search for meaning. ദൈവവിശ്വാസം, ത്യാഗം, ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചുള്ള അന്വേഷണം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഈ കഥ ഉയർത്തുന്നതായി നമുക്ക് കാണാം. The profound themes and emotional depth of the star make it a thought-provoking masterpiece in science fiction. The Star എന്ന ചെറുകഥയുടെ അഗാധമായ തീമുകളും വൈകാരികമായ ആഴവും അതിനെ സയൻസ് ഫിക്ഷനിലെ ചിന്തോദ്ദീപകമായ ഒരു മാസ്റ്റർപീസാക്കി മാറ്റുന്നു. It invites readers to reflect on the complex relationship between human beliefs and the cosmos. മനുഷ്യവിശ്വാസങ്ങളും പ്രപഞ്ചവും തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇത് വായനക്കാരെ പ്രേരിപ്പിക്കുന്നു. ഇറ്റ് ഓൾസോ എക്സ്പ്ലോർസ് ദി എൻഡ്യൂറിംഗ് ക്വസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ഇൻ ആൻ ഇൻഡിഫറൻറ്റ് യൂണിവേഴ്സ്. ഇൻഡിഫറൻ്റായ, ഉദാസീനമായ ഈ പ്രപഞ്ചത്തിൽ സത്യം മനസ്സിലാക്കാനുള്ള മനുഷ്യന്റെ ശാശ്വതമായ അന്വേഷണവും ഈ കഥ പഠന വിഷയമാക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ദ സ്റ്റാർ എന്ന ഈ ക്ലാസിക് ചെറുകഥയുടെ സമ്മറി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ സീ യു സൂൺ വിത്ത് അനദർ വീഡിയോ. Until then, bye bye.